Good evening. My name is Shees. ഞാൻ വരുന്നത് മലപ്പുറം മഞ്ചേരിയാണ്. ഞാൻ +2 കഴിഞ്ഞ് എങ്ങനെ പറയേണ്ടത് വെച്ചാൽ ഈഗിൾസിനെ വെച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് പറയുകയാണെങ്കിൽ എന്നെ രക്ഷപ്പെടുത്തിയത് ഈഗിൾസ്, ലത്തീഫ് സാറ്, അസർ സാറ്, അങ്ങനെ എടുത്ത് പറയാൻ എല്ലാവരും പറ്റൂല. എന്നെ വല്ലാണ്ട് രക്ഷപ്പെടുത്തിയത് ഉള്ള പറയുകയാണെങ്കിൽ ഓൾറെഡി എത്ര നന്ദി പറഞ്ഞാലും എൻ്റെ വീട്ടുകാർക്കും ആർക്കും നന്ദി പറഞ്ഞാൽ മതിയാവാത്ത ഒരിതാണ്. കാരണം ഫസ്റ്റ് ഞാനിങ്ങനെ ഇവിടേക്ക് വന്ന് തന്നെ കോമഡിയാണ്. ഐ മീൻ എനിക്ക് ചെയ്യുക എന്താണ് ഒന്നും അറിയില്ല. അത് ഞാൻ ഇവിടെ പറയാത്തൊരു കാര്യം ഇപ്പോൾ പറയാം. ചെയ്യുക എന്താ അറിയില്ല, ഒന്നും അറിയില്ല. ഞാൻ വെറുതെ ഒരു നോമ്പിൻ്റെ സമയത്തേനി ഞാൻ വെറുതെ സാറിന് ലത്തീഫ് സാറിനെ വിളിച്ചു. ആദ്യത്തെ ഇൻക്വയറി ലത്തീഫ് സാറിനെ വിളിച്ചിട്ട് പറഞ്ഞ് എന്താണ് ഇതെന്താ സംഭവം ചോദിച്ചു. ഫസ്റ്റ് തന്നെ സാറിന് ഓർമ്മ ഉണ്ടോ അറിയില്ല. ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് എന്നിട്ട് ചോദിച്ചു ഇതെന്താ സംഭവം, എന്താ അങ്ങനെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അപ്പോൾ എന്താണ് എനിക്കെന്താ അപ്പോൾ ഞാൻ ചോദിച്ചു, ഒറ്റ ചോദിച്ചു. അപ്പോൾ തോറ്റാ എന്താ ചെയ്യുക, അതൊന്നും ഈ ആലോചിക്കണ്ട, ഈ ഇങ്ങോട്ടാണ് പോരുന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ എനിക്കെന്താ അറിയില്ല, പിന്നെ ഒന്നും ആലോചിച്ചില്ല. പിന്നെ ഞാൻ നേരെ ഇങ്ങോട്ട് പോയി. പിന്നെ ഇവിടുത്തെ എൻട്രൻസ് എക്സാമിനേഷന് പോയപ്പോൾ തന്നെ ഞാൻ എല്ലാവരും ഡിഫറെൻ്റ് ആണ്. എല്ലാവരും നല്ല കാണാൻ പഠിക്കാൻ എല്ലാവരും ഇപ്പം എൻ്റെ ലുക്ക് മാറിയതാട്ടോ. ഇങ്ങനെയൊന്നും അല്ലേ ഇനി, കന്നഡൊന്നും ഇല്ലേ ഇനി ആദ്യം ഇങ്ങനെ കാണാനൊക്കെ വേറെ മാതിരി അന്ന്. എന്നിട്ട് അങ്ങനെ പോയി അവിടെ എൻട്രൻസ് പപ്പക്കൊക്കെ ഭയങ്കര ഇതിൻ്റെ പെന്നില്ല, പേപ്പറില്ല, ആധാർ കാർഡില്ല, ഒരു തേങ്ങയില്ല ഞാൻ വന്നത്. എന്നിട്ട് ഞാൻ ഇങ്ങനെ പോയി. അപ്പോൾ എന്താ അങ്ങനെ എല്ലാവർക്കും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അപ്പൊക്ക് പേടി ഇവരുടെ ഇടയിൽ എനിക്ക് എൻട്രൻസ് എക്സാം കിട്ടുമോ അങ്ങനെയൊക്കെ പോയി. +2 ഒന്ന് അങ്ങനെ വെറുതെ തട്ടിക്കുട്ടി പാസ്സായതാണ്. അങ്ങനെ ഇവിടെ ഫൗണ്ടേഷൻ കയറി. അങ്ങനെ എന്നിട്ട് പിന്നെയാണ് ഫസ്റ്റ് ഫുള്ള് തന്നെ ഫുള്ള് ഉപദേശം, ചീത്ത. അസർ സാറൊക്കെ ഒരു ചോദ്യം ചോദിച്ചിനി, ഇതൊക്കെ പാസ്സാവോ അങ്ങനെയൊക്കെ ചോദിച്ചു. അതൊക്കെ അപ്പം ഞാൻ പറഞ്ഞു പാസ്സാവും. അങ്ങനെ പഠിത്തത് പറ്റി ഭയങ്കര ഡൈവേർട്ട് ചെയ്നി. പിന്നെ ഇവിടെ വന്ന് ഫൗണ്ടേഷൻ അങ്ങനെ പിന്നെ ഒരു ഹാഫായപ്പം പിന്നെ എനിക്ക് എന്തല്ല കളിയൊന്നും രസമല്ല. അങ്ങനെ എന്തോ ക്രാക്കായി. അങ്ങനെ എന്താ വെച്ചാൽ പിന്നെ ഒന്ന് വെറുതെ പഠിച്ചു തുടങ്ങിയപ്പോൾ എന്തായി ഭയങ്കര പഠിത്തത്തിനാണ്. ഈഗിൾസ് പഠിച്ചാൽ എന്താ സംഭവിക്കുക പറഞ്ഞാൽ പഠിത്തത്തിനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. എനിക്ക് ബുക്സ് പറഞ്ഞാൽ ഫേവറേറ്റ് ആയി. സബ്ജക്ട്സ് ഒക്കെ ഭയങ്കര ലവ് ചെയ്ത് അങ്ങനെ ഇഷ്ടപ്പെട്ട് പഠിച്ച ആളാണ്. കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. അത് പഠിക്കണത് ബോറടിക്കൂല. അങ്ങനെ പഠിക്കാൻ മാത്രം മനസ്സിൽ അങ്ങനെ ഒരു ഇതാക്കി. പിന്നെ ഫൗണ്ടേഷന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത അസർ സാറാണ്. എന്നും ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ള പ്ലാനൊക്കെ തരും. അപ്പോൾ അത് പിന്നെ ആ സ്പിരിറ്റിൽ എടുത്തിട്ട് ക്രാക്ക് ചെയ്യുകയൊക്കെ. എന്നിട്ട് അങ്ങനെ ഫൗണ്ടേഷന് അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ത് ചെയ്ത് പാസ്സായി. അത് ഒരിക്കലും അതൊക്കെ അതന്നെ ഭയങ്കര മിറാക്കിളാണ് എൻ്റെ ഒരു ജേണിയിൽ. ഒരിക്കലും പ്രതീക്ഷയില്ല, പപ്പക്കൊന്നും ഒരു പ്രതീക്ഷയല്ലേ. പക്ഷേ ക്രാക്ക് ചെയ്തു. പിന്നെ ഇന്റർ അങ്ങനെ അസർ സാറിനൊക്കെ പ്രതീക്ഷിച്ച് അങ്ങനെ ഈ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിച്ച് പോയതേനി. പക്ഷേ പിന്നെ അസർ സാറ് കാണാനല്ല, ലത്തീഫ് സാർ എല്ലാവരും ഭയങ്കര സപ്പോർട്ടുണ്ട്. പക്ഷേ ഒരു ബിസിയാണ് നമ്മൾ. പിന്നെ അപ്പോൾ നമ്മൾ മെച്ചുവേർഡായി. ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്യാൻ, ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിച്ച്. അങ്ങനെ ഇന്റർ ഈഗിൾസിനെ വെച്ച് പറയാൻ നന്ദി പറഞ്ഞാൽ മതിയാവില്ല. അങ്ങനെയാണ്. പിന്നെ ഇന്റർ അങ്ങനെ അടിപൊളിയായി പഠിച്ച് നല്ല എഫേർട്ട് ഇട്ട് എല്ലാ ഫാക്കൽറ്റീസും സ്റ്റാഫ്സും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഫുള്ളൊരു പോസിറ്റീവ് വൈബാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉള്ളിൽ. ഒരു നെഗറ്റീവ് കിട്ടില്ല. അപ്പോൾ ഞാനൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഓടി നടക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അങ്ങനെ പഠിച്ചിങ്ങനെ നടക്കും. അത് വെച്ച് ഇപ്പോൾ ഒരു പഠിപ്പിസ്റ്റാണ് അങ്ങനെ ആരും അവിടെ അങ്ങനെ ചിന്തിക്കണേല്ല. ഫുള്ള് പോസിറ്റീവ് വൈബ് മാത്രമേ കിട്ടുള്ളൂ. സ്റ്റാഫ്സ് ആണെങ്കിലും ചേച്ചിമാരും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. എത്രയായാലും നന്ദി പറയാനില്ല. എന്തായാലും താങ്ക് യു. എൻ്റെ അവിടെ വേർഡ്സ് നിർത്താണ്. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. ഇനി CMA ഇന്റർ